നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഈ കുറച്ച് ദിവസം കൂടിയാണ് നമ്മൾ ഒരുമിച്ചിരുന്നത് സംസാരിക്കുന്നത്. അവധിക്കായിരുന്നു അല്ലേ? കുറച്ച് ദിവസം കൂടിയായിരുന്നു. ന്യൂ ഇയർ, ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിലായിരുന്നു. ഞാനും യാത്രയിലായിരുന്നു. കുറച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ പോയിരുന്നു അല്ലേ? നാട്ടിൽ പോയിരുന്നു. നമ്മുടെ വീണയ്ക്ക് കൊച്ചുണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അവൾക്ക് 18 വയസ്സാകാൻ 6 മാസം കൊള്ളപ്പോൾ അവൾ ഒളിച്ചോടിയതാണ്. എന്നിട്ട് പിള്ളേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മോള് കാവേരി. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് പറഞ്ഞതിൻ്റെ ഒരു ആഹ്ലാദം. അവൻ കല്യാണത്തെക്കാൾ കെങ്കേമമാക്കി ബോബി. അവനൊരു 700 പേർക്കെങ്കിലും ഫുഡ് കൊടുത്തു. വലിയ ഫംഗ്ഷനാക്കി. എത്ര പേര് വന്നാലും ഫുഡ് കഴിക്കാൻ തരത്തിൽ ഭയങ്കര ആഘോഷമായിട്ട് പ്രത്യേക ഷെഫിനെ അടിച്ച് തകർത്തവൻ. 28 കെട്ടെന്നോ ഇതുപോലെ 28 കൊണ്ട് കൂടിയിട്ടില്ല. അതുകൊണ്ട് അതിന് തിരക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് യാത്രകളും എൻ്റെ അമേരിക്കയിലുള്ള സഹോദരി വന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ സിനിമ കാണിച്ചുകൊണ്ടല്ലേ ഏറ്റവും കണ്ട് അതെ, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. 5 പൈസക്ക് കൊള്ളില്ല. ബേസിക്കലി അതിന്റെ തുടക്കത്തിൽ തന്നെ അവർ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലോജിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സിനിമയാകുമ്പോൾ എന്തെങ്കിലും ഒരു ലൈൻ വേണം എന്നുള്ളതാണ്. മാത്രമല്ല, ദിലീപ് വിചാരണ കോടതി വെറുതെ വിട്ടതിന് ശേഷമുള്ള ദിലീപിന്റെ സിനിമയാണ്. അയാൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, പഴയ ആൾക്കാർക്ക് ഇനി പുതിയ കാലത്തെ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എങ്കിൽ നമുക്കൊരു കൈ നോക്കാം എന്നൊരു വെല്ലുവിളി. മാധ്യമങ്ങൾക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ഭരണകൂടത്തിനെതിരെ, പോലീസിനെതിരെ. ഇതിലേറ്റവും വൃത്തികേട് എനിക്ക് തോന്നിയത്, അവൻ്റെ കരിയർ ആരംഭിച്ചത് ഡയലോഗ് ഉണ്ട് സാറേ, കാരണം എൻ്റെ കരിയർ ആരംഭിച്ചത് അമ്മിണിയെ തട്ടിക്കൊണ്ടുപോയി അതിന് ശേഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് അമ്മിണിയെ ഞങ്ങൾ അതിനെ കൊണ്ട് കറന്നു എന്ന് പറയും. അപ്പം കറന്നു എന്ന് ചോദിക്കുമ്പോൾ, കറക്കാനോ? അമ്മിണി ഒരു പശുവായിരുന്നു. ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് അയാൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ അതെ അതെ അതെ. അതുകൊണ്ട് എനിക്കത് തീർത്തും ഉൾക്കൊള്ളാൻ സാധിക്കും. ഞാൻ കണ്ടില്ല. 2 കാരണം കൊണ്ടാണ്. കണ്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയേണ്ടി വരുമ്പോൾ പിന്നെ അവസാനം ദിലീപിനോട് കാശ് മേടിച്ചെന്ന് പറയും. കണ്ടിട്ട് വളരെ മോശമാണെങ്കിൽ അങ്ങനെ പറയുമ്പം ദിലീപിനോട് ദിലീപ് കാശ് ചോദിച്ചിട്ട് തരാത്തോണ്ടാന്ന് പറയും. അതുകൊണ്ട് ഞാനത് കാണണ്ടെന്ന് വെച്ചു. പക്ഷെ ഞാൻ മറ്റത് കണ്ടു, സർവമായി. ഇന്നലെയാണ് കണ്ടത്. നല്ല പടമായിരുന്നു. കണ്ടു വളരെ ബ്യൂട്ടിഫുൾ ആയി. ഞാനത് മറുനാളിൽ റിവ്യൂ ചെയ്തു. നമ്മളൊരാൾ ഹഗ് ചെയ്ത ഒരു ഫീലാണ് സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ. ഭയങ്കര രസം, വൈകാരിക ഭാവം, നല്ല മനോഹരമായ ദൃശ്യം. കുറെ നാളിന് ശേഷം നമ്മളൊരു പഴയ ഒരു സത്യനന്ദിക്കാട് ചിത്രം കണ്ട ഒരു ഫീലിംഗ്. സത്യനന്ദിക്കാട് മകനാണ്. നല്ല ദൃശ്യഭംഗി, ഒറ്റപ്പാലവും, നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ദൃശ്യഭംഗിയുണ്ട്, മനസ്സ് നിറയുന്ന ദൃശ്യഭംഗിയുണ്ട്. പിന്നെ ആ പെൺപിള്ളേർക്ക് നന്നായിട്ട് അഭിനയിച്ചു. ആ പുതിയ 2 പേരും നന്നായിട്ട് അഭിനയിച്ചു. അവൻ നമ്മുടെ നടൻ നിവിൻ പോളി. ഞാൻ നിവിൻ പോളി ഫാനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിവിൻ പോളി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒരു പ്രത്യേകത, പടം പൊട്ടിയ ഞങ്ങൾ മിണ്ടാതിരിക്കും, പക്ഷെ പടം ഹിറ്റായ ഭയങ്കര സന്തോഷമായിരിക്കും. നിവിൻ പോളി അങ്ങ് തടിയൊക്കെ വെച്ച് അങ്ങ് അയാൾ നശിപ്പിച്ചിട്ടില്ല, പക്ഷെ അയാൾ ഗംഭീരമായി തിരിച്ചു വന്നു. അയാൾ കംഫർട്ട് സോൺ ആണ് അയാളുടെ അഭിനയത്തിലെ. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അജു വർഗീസ് കോംബോ ഒരു എവർഗ്രീൻ ആണല്ലോ. നല്ല പടമായിരുന്നു. എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു. 2 മറ്റ് സംഭവങ്ങളിലൂടെ നമുക്കൊന്നും കടന്നു പോകാം. വെള്ളാപ്പള്ളി വീണ്ടും പ്രസ്ഥാനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലേ? വെള്ളാപ്പള്ളി, നമ്മൾ കുറേയധികം നാളുകളായി വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന രീതി തന്നെയാണ്, മോശമായി തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകന് നേരെ ഇന്നലെ വൃത്തികേട്, മതത്തിന്റെ പേരിൽ വൃത്തികേട്, തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങളിടയിൽ നമ്മളൊരു നമ്മുടെ സഹപ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുക, അയാളുടെ ജാതി മതവും നോക്കി പറയുക, അയാൾ MSF പ്രവർത്തകനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ തെളിവുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല CPIക്കെതിരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത് പിണറായിയുടെ തന്ത്രമായിട്ടാണ്. പിണറായി പോലെ തന്ത്രജ്ഞൻ വേറെയില്ല. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ വോട്ട്, മുസ്ലിം വോട്ട് UDFന് പോകുന്ന ഉറപ്പായി. അപ്പോൾ ഭരണമാറ്റം ഉറപ്പായി. അപ്പോൾ പരമാവധി ഹിന്ദു വോട്ടുകൾ തിരിക്കുക എന്ന ലക്ഷ്യത്തിൽ പിണറായി ഇറക്കിയിരിക്കുന്നത് പിണറായിയുടെ ഒരു അവതാരമാണ് വെള്ളാപ്പള്ളി. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഈ സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സംഘികള്, CPMലെ തന്നെ ഹിന്ദു സഖാക്കൾ, ഇവരൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്ത് തെറ്റെന്നിരിക്കുന്നത്. അവരൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ ഫാക്ട്സ് ഒക്കെ അവിടെ മാറ്റി നിൽക്കട്ടെ, പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞത് കൃത്യമായ ഒരു മതവിഭജനം ഉണ്ടാക്കാൻ, വർഗീയതയാണ്. പക്ഷെ ഇതൊക്കെ അവർക്കൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ അവർ വിജയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ CPMനോടുള്ള സംഘപരിവാറുകാരുടെ, ഞാൻ ഈ BJPയുടെ എന്നല്ല പറഞ്ഞു, സംഘപരിവാർ വോട്ടർമാരുടെ ഒരു അകലം
കുറഞ്ഞു വരുന്നുണ്ട്. CPM സംഘപരിവാർ വോട്ടർമാരുടെ അകലം കുറഞ്ഞു വരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ലീഗ് ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്. അതിനേക്കാൾ ഭേദമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അതായത് ഇനി വരാൻ പോകുന്നത് മുസ്ലിം ഭരണമായിരിക്കും, അതിനേക്കാൾ ഭേദമല്ലേ CPM പിണറായി തട്ടിപ്പ് കാണിച്ചാലും എന്നൊരു തോന്നൽ. എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പം അയ്യപ്പ വിഷയമാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അപ്പം അതിൽ ഈ സംഘികൾക്ക് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെയുള്ള വോട്ട് ബാങ്കിന് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ഇതിൻ്റെ അതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുപോലും ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മോദിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ BJPക്കും മോദിക്കും വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു വിഭാഗമാണ്. അവരിൽ നല്ലൊരു വിഭാഗത്തിന് വല്ലാതെ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമല വിഷയം. പക്ഷേ ഈ വോട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിപ്പോകാം. കാരണം അവർ നോക്കുന്നത്, അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ശരിയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതാ മുസ്ലിം ഭരണം വരാൻ പോവാണ്, കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ഇനി നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് അതിന് വളം ഇട്ട് കൊടുക്കുന്ന കൊല പ്രസ്ഥാനങ്ങൾ നടത്തും. ഉദാഹരണത്തിന് മതമാണ് പ്രശ്നം എന്നുള്ള പ്രസംഗം, ഇതൊക്കെ ഈ സമയത്ത് വല്ലാതെ തീ പിടിപ്പിക്കും. അപ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായി സോഷ്യൽ മീഡിയ കാലത്ത് മതപരമായ വൈരം ശക്തമാണ് ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡായി. അത് ശക്തമായത് കാരണം മറ്റൊന്നും അറിയുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഒരാൾ വിസിബിലിറ്റി ഇപ്പോൾ ഭയങ്കര വിസിബിലിറ്റി ഏതവനും കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായി പിണറായി ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ഭൂതമാണ്. അല്ലെങ്കിൽ 88 89 വയസ്സുള്ള ഇയാൾ ഇടുന്നുണ്ട് നാക്കും കടിച്ച് ചാടി പറയുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പിണറായി വെള്ളാപ്പള്ളിയുടെ പ്രായം ഇത്രയുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ സാർ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ അപ്പോൾ BJP CPM ഒരു കൂട്ടുകെട്ടിലേക്കാണോ പോകുന്നത്? പ്രത്യക്ഷത്തിൽ ഞാൻ ചോദിക്കുന്നത് ഒരു ഉത്തരേന്ത്യയിൽ അടക്കം BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു അജണ്ടയുടെ ഭാഗമായിട്ട്, അതായത് ഇതിന്റെ അകത്തുള്ള പ്രോബ്ലം CPM എന്ന് പറയുന്നത് പണ്ട് ഒരു നല്ല നെറ്റ്വർക്കുള്ള ഒരു പ്രസ്ഥാനമാണ്. പോളിറ്റ് ബ്യൂറോ ആണ്, സ്ട്രക്ചേർഡ് ആണ്. പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുന്നു. പോളിറ്റ് ബ്യൂറോ തീരുമാനം എടുത്തിട്ട് VS അച്യുതാനന്ദനെ പിണറായി വിജയനെയും താഴ്ത്തുന്നു, അല്ലെങ്കിൽ മറ്റേ P ഗോവിന്ദപിള്ളയെ പ്രാഥമിക അംഗത്തിലേക്ക് കൊണ്ടു, അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിനെ പുറത്താക്കുന്നു, ഗൗരി അമ്മയെ പുറത്താക്കുന്നു. ഇങ്ങനെയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഘടന CPM അത് പോയി. അത് CPM കേരളത്തിലെ പാർട്ടി മാത്രമായപ്പോൾ മറ്റു പലയിടത്തും ഉള്ളതുപോലെ ഇപ്പോൾ ഒരു കേരള കോൺഗ്രസ് പോലെ CPM പിണറായി നിയന്ത്രിക്കുന്നു. അപ്പോൾ പിണറായി എടുക്കുന്നു. അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഒരു നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അയാളുടെ മരുമകൻ മന്ത്രിയാവുന്നു എന്നത് CPM നമുക്ക് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ അർത്ഥത്തിൽ പിണറായി ശക്തനായിരിക്കുന്നിടത്തോളം കാലം നാളെ BJPയുമായി കൂട്ടുകൂടാൻ പിണറായി തീരുമാനിച്ചാൽ അതിനോട് ശരിവെക്കേണ്ടി വരും. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, BJP CPM സഖ്യം തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണെന്ന് കരുതുക, ഭരണം ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്ത് BJPയുടെ വോട്ടെന്ന് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് വരും. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി എന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തട്ടിപ്പാണ്. പാർട്ടിയെ ഇല്ലാതാവുകയാണല്ലോ അവർക്കിനി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടെടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം കേരളത്തിലെ നിലപാട് അവർക്ക് രാജസ്ഥാനെ ദോഷം ചെയ്യും, രാജസ്ഥാന നിലപാട് കേരളത്തെ ദോഷം ചെയ്യും. പക്ഷെ BJPക്ക് അങ്ങനെ ആകെപ്പാടൊരു പ്രശ്നം ഉണ്ടായത് കേരളത്തിൽ BJP വളരാൻ ശ്രമിച്ചുകൊണ്ട് മാത്രമാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ. അല്ലെ അവർക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല. CPMനെ സംബന്ധിച്ചും കേരളം മാത്രം നോക്കുന്ന അവരെ സംബന്ധിച്ചുള്ള അവർക്ക് എന്തൊന്നും പ്രശ്നം, അവരുടെ പോളിറ്റ് ബ്യൂറോ ആയിക്കോട്ടെ അവരുടെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇതൊക്കെ അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും നാളെ ഇതൊക്കെ സംഭവിച്ചാൽ പിണറായിക്ക് ഒരു 10 വർഷം കൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷേ പിണറായിക്ക് ഇനി അധികം ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. എന്നാൽ അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പിണറായി പവർഫുൾ, പിണറായിക്ക് ഇപ്പോൾ ഒരു 70 വയസ്സുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ BJP CPM സഖ്യം ഉണ്ടാകുമായിരുന്നു. പ്രത്യക്ഷത്തിൽ BJP CPM സഖ്യം ഉണ്ടാകുന്നത് പ്രായോഗികമാണെന്നല്ല, പക്ഷേ പരോക്ഷമായി അന്തർധാരയിൽ അതുണ്ട്. അപ്പോൾ സാർ പറയുന്നത് ഈ സോണിയാഗാന്ധിയുമായി പോറ്റി നിൽക്കുന്ന ചിത്രം അതിനെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി, കാരണം കഴിഞ്ഞ തുടർച്ചയായ 2 പത്രസമ്മേളനത്തിലും പിണറായി വിജയൻ എടുത്ത് ഉയർത്തി കാണിക്കുന്നത് ഈ ചിത്രം മുന്നിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കുറച്ച് പേർ വീട്ടിൽ വന്ന് സ്വർണം കവർച്ച നടത്തി എന്ന രീതിയിലേക്ക് മാത്രമായി ഇതിനെ ചുരുക്കുകയും അതിൻ്റെയൊക്കെ സൂത്രധാരണകൾ നടക്കുന്നത് മുഴുവനും ന്യൂഡൽഹിയിൽ നിന്നാണെന്നൊരു സാധനം ഒരു ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ. മനോജെ, പിണറായിയെ പോലെ രാഷ്ട്രീയ തന്ത്രം അറിയാവുന്ന, സ്ട്രാറ്റജി അറിയാവുന്ന ഒരു നേതാവിനെ കേരളം കണ്ടിട്ടേ ഇല്ല. നമ്മൾ പണ്ട് കരുണാകരനെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ആ കരുണാകരനൊക്കെ പിണറായിയുടെ മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ പിണറായിക്ക് ഉദാഹരണത്തിന് നിങ്ങൾ കരുണാകരൻ ചാരക്കേസിൽ വീണുപോയ ആളാണ്. അതിനുശേഷം അയാൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ ചാരക്കേസിൻ്റെ അവസ്ഥ എന്താണ്? ചാരക്കേസേ കള്ളക്കേസായിരുന്നു പറഞ്ഞ് അതിൻ്റെ അകത്ത് ഇരകളായിരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും. പക്ഷേ കരുണാകരൻ എന്തെങ്കിലും കിട്ടിയോ? അയാൾക്ക് രാഷ്ട്രീയം പോയി. 10 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി സോണിയാഗാന്ധിയുടെ വീടിന് മുമ്പിൽ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഓരോ സോളാർ കേസിൻ്റെ കാര്യം ഓർക്കുക. സോളാർ കേസിലൂടെ ഉമ്മൻചാണ്ടി വീണുപോയി. ആ ഉമ്മൻചാണ്ടി അപമാനഭാരിതനായി മരിച്ചുപോയി. പക്ഷേ ആ സോളാർ കേസ് പിണറായി തന്നെ അന്വേഷിച്ചിട്ടും ഇല്ലാതെ വെച്ചു. പക്ഷേ ഈ സ്വർണ്ണ കേസിൽ പിണറായി വീണില്ല.
സ്വർണ്ണ കേസെടുത്ത അന്വേഷണ ഏജൻസിക്കെതിരെ കേസെടുക്കുന്നു, ചങ്കിട്ടത്തോടെ നിൽക്കുന്നു, അടിച്ച് തകർക്ക് തിരിച്ചു പിടിക്കുന്നു, നിലപാട് മാറ്റുന്നില്ല, നിലപാട് മാറുന്നില്ല. അവിടെയാണ് പുറത്താക്കാഞ്ഞിട്ട് പോലും മാധ്യമങ്ങൾ കൃത്യമായി ചോദ്യം ചോദിക്കുമ്പോഴും അതിൽ ഒരു ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളുടെ നിലപാടാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവർക്കറിയാം എങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടത്. പക്ഷെ അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തിരിച്ചടിയാവും? അല്ല, ഇതിൻ്റെ അകത്തുള്ള അങ്ങനെയാണ് അവർ പിടിച്ചു നിന്നത്. ഞാൻ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന സംഭവം ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ ശത്രുവാണെങ്കിലും ഈ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ദിശാമാറ്റത്തിന് തുടക്കം കുറിച്ചത് PV അൻവറാണ്. അപ്പം നമ്മളത് സമ്മതിക്കാതിരിക്കാൻ പറ്റും. കാരണം അൻവർ ഉണ്ടാക്കിയ ദിശാമാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, പിണറായിയുടെ പാളയത്തിൻ്റെ അകത്ത് താമസിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അയാളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാവാം, അയാളുടെ തട്ടിപ്പ് നടക്കാത്തതുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ശരിയാണെങ്കിലും മുസ്ലിം ജനതയെ പിണറായി വഞ്ചിക്കുകയാണ്. പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങളോട് കാണിക്കുന്ന ആനുകൂല്യം. അയാൾ കള്ളനാണ്, അയാൾ BJPയുടെ ഏജൻ്റാണ് എന്ന് ഈ അൻവർ അടിച്ചേൽപ്പിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രചരിക്കപ്പെട്ടു, വിശ്വസിച്ചു. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പിണറായിയുള്ള അവരെന്തുകൊണ്ടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള അവരുടെ ബദ്ധശത്രു സംഘപരിവാറാണ്, മോദിയാണ്. അപ്പോൾ മോദിയോടും സംഘപരിവാറിനും നേരിടാൻ ഏറ്റവും പവർഫുള്ളായ ടൂൾ തപ്പി നടക്കുകയാണ്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സാണ് അവരുടെ മുന്നിൽ ഓപ്ഷൻ. അതുകൊണ്ടാണ് 2019 2024 വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി UDF ജയിക്കുന്നത്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനേക്കാൾ വിശ്വാസം പിണറായി ആയിരുന്നു. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് നേതാവിനെയും അവർക്ക് വിശ്വാസമില്ല, പിണറായി ആയിരുന്നു. അങ്ങനെ അവർ പിണറായിയിലെ ഫോക്കസ് ചെയ്തിരുന്ന അവസാനം PV അൻവർ പറയുകയാണ് അയാൾ കള്ളനാണ്, ഇയാൾ അവരുടെ ഏജൻ്റാണെന്ന് പറയുക. പല സംഭവം ഉണ്ടായല്ലോ, അജിത് കുമാറുമായിട്ടും ഹസബള്ളയായിട്ടുള്ള കൂടിക്കാഴ്ച, ഈ ഇതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പിണറായിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്ക് മുഴുവൻ UDFന് അനുകൂലമായി. മാത്രമല്ല ഈ മുസ്ലിം ഏറ്റവും പവർഫുള്ളായുള്ള വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്കാണ്. നമ്മൾ ഈ ഹിന്ദു വോട്ട് ബാങ്ക് ജാതി അധിഷ്ഠിതമാണ്. ആലോചിച്ച് നോക്കിയേ, നായൻ ഈഴവനെ കണ്ടുകൂടെ, ഈഴവനെ നായനെ കണ്ടുകൂടെ, ദളിതരെ ഇങ്ങനെയുള്ള ഈ ഭീകരമായ ജാതി. മാത്രമല്ല ഹിന്ദു വോട്ടുകൾ കുറച്ച് ഒരു വോട്ട് ബാങ്കാണ്, കുറച്ച് പലർക്കായിട്ട് പോവുക, ഒറ്റ ആക്കല്ല. അത് അങ്ങോട്ട് ഈഴവ വോട്ട് കൂടുതലും LDF പോകുന്നു, അതേസമയം നായർ വോട്ട് കൂടുതലും BJPക്ക് പോകുന്നു, എന്നാൽ എല്ലാത്തിനും കുറച്ച് കോൺഗ്രസിന് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം ക്രിസ്ത്യൻ വോട്ട് എന്ത് സംഭവിച്ചാലും എന്ത് ബഹളം വെച്ചാലും മെജോറിറ്റി UDF ആണ്. അത് ചെറിയ സ്ലൈറ്റ് വളരെ കുറച്ച് LDFന് പോയിട്ട് പതിയെ കൂടി വരുമായിരുന്നു. ആ കൂടിയത് പതിയെ BJPയിലേക്ക് വരുന്നു വെച്ചാൽ ഒരു 100 പേരിൽ ഒരാളായിരിക്കും BJPക്ക് വോട്ട് ചെയ്യുന്നത്, പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ മാറ്റം ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ മുസ്ലിം വോട്ട് അങ്ങനെയല്ല, അവർക്കൊരു കോസേ ഉള്ളൂ, ഇവിടെ സുന്നി മുസ്ലിംസേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ജാതിയില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവും, പക്ഷേ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ജാതി ഇല്ല. അവർ ഒരൊറ്റ കോസ, അവർ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടാവും, അല്ലെങ്കിൽ ജഫ്രി കോയ തങ്ങളുടെ സമസ്ത ഉണ്ടാവും, അല്ലെങ്കിൽ സംഘടനകൾ ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഇവരെല്ലാം സുന്നി മുസ്ലിംസാണ്. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായി ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മുസ്ലിം വോട്ട് ഒരുമിച്ച് നിന്നാൽ അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വോട്ട്. ഈ പവർഫുള്ളായ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹിന്ദു വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദു വോട്ടുകൾ നമുക്ക് രണ്ടുപേർക്കും മതി, അങ്ങോട്ട് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ശാസ്ത്രം. നമുക്ക് ഭിന്നിക്കുന്നുണ്ട് BJPക്ക് CPM. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ സമയത്ത് പറഞ്ഞത് ഈ ശബരിമല വിഷയം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയിരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പന്തളത്ത് BJP കയറിയില്ല? അപ്പോൾ ഈ വോട്ട് ബാങ്കുകൾ അങ്ങോട്ട് തന്നെ ആയിരിക്കണം, ഒരു ഭയങ്കര വർഗീയമാണെന്നല്ലോ എന്ന് തോന്നിയിരുന്നപ്പോഴേ. അതാണ് മനോജെ, ഈ ഹിന്ദു വോട്ട് നമുക്ക് രണ്ടിനും മതി, UDFന് വേണ്ട എന്നുള്ളതാണ് പോളിസി. CPM BJP നമുക്ക് വീതിച്ചെടുക്കാം, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പം ഇതിൻ്റെ അകത്തുള്ള പലരും പറയുന്നത് കേന്ദ്ര BJP നേതൃത്വം പിണറായിക്ക് ഒരു കരാറുണ്ടെന്നും ആ കരാറിൻ്റെ ആദ്യത്തെ റിസൾട്ടാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം, രണ്ടാമത്തെ റിസൾട്ടാണ് കോർപ്പറേഷനും. ഇനി ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 5 സീറ്റെങ്കിലും BJPക്ക് നേടിക്കൊടുക്കും. ഇത്രയും പണി കഴിഞ്ഞാൽ പിണറായിക്ക് ഒരു സേഫ് എക്സിറ്റ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോവാതെ, വലിയ ED കേസ് കുടുങ്ങാതെ പിണറായിക്ക് അങ്ങ് പോവാം. ഈ 5 സീറ്റും ഒരു 30-40 സീറ്റിൽ 2ാം സ്ഥാനവും BJP എത്തിയാൽ പിന്നെ വളരെ എളുപ്പമാണ്. പിണറായിയുടെ പാർട്ടി തന്നെയായിരിക്കും പിണറായി ഒറ്റുകൊടുക്കുന്നത്, പിണറായിയുടെ പാർട്ടിക്കാരെല്ലാം കൂടെ BJPക്കാരായിക്കോളും. അപ്പം BJP കുറ്റം പറയാൻ പറ്റും. BJP ഇവിടെ വളഞ്ഞ വഴി കയറാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ട് CPMൻ്റെ ഒരു നേതാവ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്കതിലാണ് നല്ലത്. അപ്പം അതുകൊണ്ട് വല്ലാത്തൊരു
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ CPI മുന്നണി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു ചർച്ച ഒരു വഴിയിൽ കൂടി ഇതെവിടെയാ സംഭവിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള ചരിത്രത്തിലുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പൊ ജോസ് കെ മാണിക്ക് മുന്നണി വിടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ജോസ് കെ മാണിക്ക് UDF ഈ പറയുന്ന 12-13 പോയിട്ട് 10 സീറ്റ് പോലും കിട്ടത്തില്ല. കാരണം ജോസഫ് വിട്ടുകൊടുക്കണമല്ലോ, ലീഗിന് സീറ്റ് കൂട്ടിക്കൊടുക്കണമല്ലോ. ഇങ്ങനൊരു പ്രശ്നം UDFനുണ്ട്. അതേപോലെ തന്നെ CPIക്കും കൊടുക്കാനുള്ള അവരെ അക്കമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി UDFനില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് തിരിച്ചടി ഉണ്ടായാൽ ഇത് രണ്ടും സംഭവിക്കും. കാരണം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പാർട്ടികൾക്കും UDFിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ബിനോയ് വിശ്വത്തിന്റെ പേരെടുത്ത് തന്നെ പറഞ്ഞൊരു മോശം രീതിയിലേക്ക് അല്ല പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ അത് ബിനോയ് വിശ്വമാണ്, മോശമല്ല പറഞ്ഞത്. സത്യമാണല്ലോ, ബിനോയ് വിശ്വത്തിന് അങ്ങനെ വെള്ളാപ്പള്ളിയെ കയറ്റിയിരുത്താൻ പറ്റത്തില്ല, തനിക്ക് പറ്റും എന്നുള്ള അയാൾ പറഞ്ഞാണല്ലോ. അത് സത്യസന്ധമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ആരെയും എൻ്റെ ലാഭത്തിന് വേണ്ടി കൂടെ നിർത്തും എന്നുള്ളൊരു പ്രചരണമാവാം. നമ്മൾ വിഷയത്തിലേക്ക് വന്നില്ല. നമ്മുടെ വിഷയം വളരെ രസകരമായ വിഷയമാണ്. നമ്മുടെ വിഷയം ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട അടിവസ്ത്ര വിഷയം ഒന്ന് പറയാം. 32 വർഷം എടുത്തല്ലേ സാർ? ഒരു 32 വർഷം എടുത്ത സത്യം പറഞ്ഞാൽ സംഭവം ഉണ്ടായിട്ട് 35 വർഷമായി. 90-ലായിരുന്നു. പിന്നെ അത് കേസായിട്ട് 32 വർഷമായി. കേസായിട്ട് 16 വർഷം വിചാരണയില്ലായിരുന്നു. അതായത് കൊച്ചിയിൽ നിന്നും ഒരു വിദേശിയെ പിടിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്നൊരു പ്രതിയെ പിടിക്കുന്നു, ഓസ്ട്രേലിയക്കാരനായ ഒരു പൗരൻ. അതായത് ആൻഡ്രൂ എന്ന് പറയുന്ന 3 പേരുണ്ട്, അതിലൊരു പേര് ആൻഡ്രൂ. അപ്പൊ ആൻഡ്രൂവിനെ ആണ്. അപ്പൊ ആൻഡ്രൂവിനെ പിടിക്കുന്നു. അദ്ദേഹത്തിന് അടിവസ്ത്രത്തിൽ 62 ഗ്രാം ഹാഷിഷ് കടത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് പിടിക്കുന്നത്. പോലീസ് പിടിച്ചെടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട തൊണ്ടിമുതലായിരുന്നു ഈ അടിവസ്ത്രം എന്ന് പറയുന്നത്. തൊണ്ടിമുതൽ കൊണ്ടുപോയി ഹാജരാക്കി കൃത്യമായ അന്വേഷണമൊക്കെ നടത്തി സെഷൻസ് കോടതി 10 വർഷത്തെ തടവിന് ശിക്ഷിക്കുന്നു, 1 ലക്ഷം രൂപയും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീലിന് പോകുന്നു. ഹൈക്കോടതിയിൽ ചെന്ന സമയത്താണ് മനസ്സിലാവുന്നത് അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ല. കാരണം കോടതി മുറിയിൽ വെച്ച് ഈ അടിവസ്ത്രം ഇയാൾക്ക് ധരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കോടതി ചെറിയ അടിവസ്ത്രമാണെന്ന് മനസ്സിലാവുന്നു. ശേഷം ഇയാളെ വെറുതെ വിടുന്നു കോടതി. ഇയാൾ നാട് വിടുന്നു. നാട് വിട്ട് അവിടെ ചെന്നിട്ട് അയാൾ ഒരു കൊലക്കേസിൽ പ്രതിയാവുന്നു. അവിടുത്തെ സഹതടവുകാരനോട് തനിക്ക് ഇങ്ങനെ കേരളത്തിലൊരു കേസുണ്ടായിരുന്നു, അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ടതിൻ്റെ കാരണം പറയുന്നു. കാരണം രസകരമാണ്. അവിടുത്തെ കോടതി ജീവനക്കാരനും രണ്ടാമത്തെ പ്രതിഭാഗ വക്കീലിൻ്റെ ജൂനിയറായ ആന്റണി രാജുവും കൂടെ ചേർന്ന് ഈ അടിവസ്ത്രം എടുത്ത് തയ്ച്ച് വെട്ടിച്ചെറുതാക്കി തിരികെ വെച്ചത് കൊണ്ടാണ് തനിക്കത് ധരിക്കാൻ പറ്റാതിരുന്നതെന്ന് വീരസാഹസിക കഥ പോലെ പറഞ്ഞതാണ്. ഇന്റർപോൾ അറിയുന്നു, CBI അറിയിക്കുന്നു, CBI കേരള പോലീസിനെ അറിയിക്കുന്നു, കേസാകുന്നു. ഇവിടെ ഈ ആന്റണി രാജു ആരാന്ന് പരിശോധിക്കണം. ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രാദേശികമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഇല്ലാതെ തന്നെ നേതാവാകുന്ന ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാവും, പക്ഷെ അവർ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പിൻബലം കൊണ്ടല്ല വളരുന്ന, അവരുടെ കഴിവുകൊണ്ടാണ്. ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ PC ജോർജ് പൂഞ്ഞാറിൽ അങ്ങേരുടെ ഒരു ലോകമാണ് സൃഷ്ടിച്ചെടുത്തത്. അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ പത്തനാപുരത്ത്. കേരള കോൺഗ്രസ് പാർട്ടി വലുതായതുകൊണ്ടല്ല, വ്യക്തിപ്രഭവം. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു വ്യക്തിപ്രഭവമാണ് ആന്റണി. അടിസ്ഥാനപരമായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വന്നയാളാണ്. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ആന്റണി രാജു ഒരു വളരെ വലിയ മണ്ഡലം. അത് മത്സ്യത്തൊഴിലാളി മേഖലയാണ്. ഈ മത്സ്യത്തൊഴിലാളി മേഖലയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. വിഴിഞ്ഞം കോവളമാണ് പിന്നെ ആകെയുള്ളത്. കോവളം കഴിഞ്ഞാലുള്ളൊരു മണ്ഡലമാണ് ഈ പറയുന്ന തിരുവനന്തപുരം. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള സ്വാധീനമാണ് ആന്റണി രാജുവിനെ ഇവിടെ ശക്തനാക്കി നിർത്തുന്നത്. അപ്പൊ പാർട്ടിയിൽ ആകെ ജയിച്ച അത് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. പക്ഷെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും മാണിയുമായിട്ട് ലയിച്ചപ്പം അവരെ എന്ത് ചെയ്തു, കുറച്ചു പേരെ ഒരു പാർട്ടി ഉണ്ടാക്കി. ഫ്രാൻസിസ് ജോർജ് അടക്കം കുറച്ച് പേര് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി. അതിൽ ഫ്രാൻസിസ് ഒക്കെ തിരിച്ചുപോയി. അപ്പം കുട്ടനാട് ഡോക്ടർ KC ജോസഫ് അയാളായിരുന്നു നേതാവ്. അങ്ങനെ 4 സീറ്റ് ഇത്തവണ CPM കൊടുത്തു. ആ 4 സീറ്റിലിപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ അവർ തോറ്റുപോയിരുന്നു പല ആളുകളുണ്ട്. ഇതിൽ ജയിച്ചത് ഇയാൾ മാത്രം. ഈ ജയിച്ചതിന് ശേഷം ഈ KC ജോസഫ് ഇയാൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം KC ജോസഫ് വലിയ പ്രഗത്ഭനായിരുന്നു, MBBS ഡോക്ടറായിരുന്നു. പക്ഷെ അയാൾ ഒന്നും ആയില്ല, മന്ത്രിയൊന്നും ആയില്ല. ജോസഫ് കഴിഞ്ഞ രണ്ടാമനായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അയാൾക്ക് ഒരിക്കലും ഒരു ജാതക ശരിയല്ലായിരുന്നു അയാളുടേത്. അപ്പം ഈ ആന്റണി രാജുവിന് പിണറായി വിജയൻ ഇങ്ങനെയാണ് ഈ സ്തുതിപാഠകളോട് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, എനിക്ക് ക്രിസ്ത്യാനികളായ ചില ആളുകളോട് പ്രത്യേകത. ഇയാളുടെ മുമ്പ്
എന്താണ് അയാളുടെ പേര്, സ്കറിയ തോമസ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഒരാളുടെ പിന്തുണയാണ്, മരിച്ചുപോയി. ഒരാളുടെ പിന്തുണ സ്കറിയ തോമസിനില്ലായിരുന്നു, ഒരു മനുഷ്യൻ്റെ. ഈ സ്കറിയ തോമസിൻ്റെ കേരള കോൺഗ്രസിനെ പുള്ളി LDF എടുത്തിരുന്നു പിണറായി വിജയൻ. LDF ഘടകകക്ഷിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും സ്കറിയ തോമസിൻ്റെ കേരള കോൺഗ്രസിൻ്റെ തുടർച്ചയായിട്ടൊരു ബാറുകാരൻ, ബിനോയ് എന്നങ്ങണ്ട് പറയുന്നൊരു ബാറുകാരൻ ആ പ്രസ്ഥാനം അവിടെ നടത്തുന്നുണ്ട്. LDF ഘടകകക്ഷിയാണ്. അപ്പം സ്കറിയ തോമസ് ഒരു സീറ്റും കൊടുക്കുമായിരുന്നു, ജയിക്കത്തില്ലായിരുന്നു, പക്ഷെ പിണറായി ഒരു സീറ്റ് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ പിണറായിക്ക് വിശ്വസ്തനും ഇഷ്ടക്കാരനുമായിരുന്നു ആന്റണി രാജു. അങ്ങനെ ആന്റണി രാജു മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ പണ്ടേ ഇയാൾ സെലിൻ വിൽഫ്രഡ് എന്ന് പറഞ്ഞൊരു വലിയ വക്കീൽ മരിച്ചുപോയി, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അയാളുടെ ജൂനിയറായിരുന്നു ആന്റണി രാജു. അപ്പോഴെനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ബാക്കി കിടക്കുന്നത്, ഈ സെഷൻസ് കോടതി ശിക്ഷിക്കുക ചെയ്തത്. അപ്പോൾ ഇവിടെ വെച്ച് നടന്നില്ല, ഹൈക്കോടതിയിലാണോ ചെയ്തത്? ഹൈക്കോടതി പക്ഷേ വക്കീൽ കുഞ്ഞിരാമ മേനോനായിരുന്നു. കുഞ്ഞിരാമ മേനോൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ ലോക പ്രശസ്തനായ വക്കീലായിരുന്നു. അപ്പോൾ ആരുടെ ജൂനിയറായിരുന്നു? സെലിൻ വിൽഫ്രഡിൻ്റെ ജൂനിയറാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്താണേലും ഈ സമയത്ത് ഈ ചെയ്ത കുറ്റകൃത്യം, അല്ലാതെ ഞാനതിലേക്ക് വരുന്നത്, വലിയ കുറ്റകൃത്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും നടക്കുന്നത് ഇവിടുന്ന് വക്കീലന്മാര് തൊണ്ടി മുതലിലും തെളിവിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കള്ളസാക്ഷികളെ കൊണ്ടിരുന്നൊക്കെ കേസിന്റെ ഭാഗമാണ്. ഇത് അങ്ങനെ ഒരു കൃത്രിമ പണി മാത്രമാണ് ചെയ്തത്. ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമൊന്നും അല്ല, ഇത് നമ്മുടെ കോടതികളിൽ നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കേസ് ചവിട്ടിപ്പിടിച്ച് നീട്ടി പോയത്. കാരണം ഇതിനകത്ത് ഇന്റർപോൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഭവം വെളിയറിയൂ. അയാൾ പോയി വാ തുറന്നില്ലായിരുന്നെങ്കിൽ അയാൾ അവിടെ പോയി വിവരക്കേട് അറിയിക്കുകയും, അത് ഓസ്ട്രേലിയ ആയതുകൊണ്ട്, നമ്മുടെ നാട്ടിലാണ് ആരും ഗവനിക്കുമോ? ഓസ്ട്രേലിയയിൽ ഈ കേട്ട പ്രതി അവരുടെ അന്വേഷണ സംഘത്തോട് പറയുന്നു. അന്വേഷണ സംഘം വലിയൊരു നിയമം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട് ഇന്റർപോൾ വഴി CBI അറിയിക്കുന്നു. CBI കടമ നിറവേറ്റാൻ വേണ്ടി DGP കത്തയക്കുന്നു. ഈ കത്ത് കോടതിയിലെത്തുന്നു, കോടതി ഉത്തരവിടുന്നു. അന്വേഷണം നടന്ന് പമ്മിയിരിക്കുമ്പോൾ TP സെൻകുമാർ അവിടെ വരുന്നു. അവിടെയാണ് ഒരു വഴിത്തിരിവ്. TP സെൻകുമാർ IG ആയിരിക്കുമ്പോൾ ഈ ഫയൽ കാണുന്നു. ഹക്കീം എന്ന് പറയുന്ന, ഹക്കീം ബത്തേരിയാന്ന് തോന്നുന്നു, ഹക്കീം എന്ന് പറയുന്ന DYSP അന്വേഷണത്തിൽ അയാൾ നല്ല ഓഫീസറായിരുന്നു, എല്ലാവരും പറഞ്ഞു ഗംഭീര ഓഫീസറായിരുന്നു. ഈ ഹക്കീം എന്ന് പറയുന്ന ഓഫീസർ ഇത് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റപത്രം കൊടുക്കുന്നു തിരുവനന്തപുരം കോടതിയിൽ. അപ്പോൾ ഈ 3 വർഷത്തെ താഴെ കുറ്റം കിട്ടുന്ന, ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണ് അത്. പക്ഷേ കോടതി വന്നപ്പോൾ ചവിട്ടിപ്പിടിച്ചിടുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് 15 കൊല്ലം അവിടെ നീണ്ടുപോകുന്നു. അതിനുശേഷം വളരെ വിചിത്രമായൊരു സംഭവം ഉണ്ടായി. ഈ മുമ്പോട്ട് പോകാൻ വയ്യാതായി, വിചാരണ നടത്തണം. വിചാരണ നടത്താൻ വേണ്ടി ഒരു കുറുക്ക് വഴി കണ്ടെത്തി. പലപ്പോഴും ഇപ്പം ഒരു കേസിൽ ഇവിടെ രസകരമായ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ജോസ് എന്ന് പറയുന്ന 1ാം പ്രതി ഈ തിരുവനന്തപുരം കോടതിയിലെ ക്ലർക്കാണ്. ആന്റണി രാജു തിരുവനന്തപുരത്ത് പ്രാക്ടീസ് വക്കീലാണ്. അപ്പം ആരാണ് വാസ്തവത്തിൽ അപേക്ഷ കൊടുക്കേണ്ടത്? പ്രോസിക്യൂഷന് അപേക്ഷ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്താൽ നീതി കിട്ടത്തില്ല, മാറ്റണമെന്ന്. പക്ഷെ ഇവരാണ് അപേക്ഷ കൊടുത്തത്. ഏത്? ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ശരിയാവത്തില്ല എന്ന്. എന്തിനാണ് അവർ ശ്രമിച്ചതെന്ന് വെച്ചാൽ, വിചാരണ നീട്ടാനൊരു അവസരം എടുത്താണ്. അങ്ങനെയാണ് നെടുമങ്ങാട് കോടതിയിലേക്ക് പോകുന്നത്. അങ്ങനെ വീണ്ടും നീണ്ടു. അങ്ങനെയാണ് 22 വർഷം 30 വർഷം നീണ്ടുപോകുന്നത്. ഇവിടെയാണ് ഈ അനിൽ ഇമ്മാനുവലിൻ്റെ ഇടപെടൽ. മനോരമയുടെ ജയശങ്കർ ഒരിക്കൽ, നമ്മൾ ഈ വാർത്ത പലതവണ ചെയ്തിട്ടുള്ള ഈ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരുന്നു. ജയശങ്കർ ഒരിക്കൽ ചാനൽ ചർച്ച ചെയ്ത് പറയുമ്പോൾ റോയി മാത്യു, ഈ സൂര്യയിലുണ്ടായിരുന്ന റോയി മാത്യു മനോരമയിലെ റോയി മാത്യുവിന് ഒരുപാട് ശിഷ്യന്മാർ പത്രക്കാർക്കിടയിലുണ്ട്. വിനു വിജോണൊക്കെ അവരുടെ ആൾ, എല്ലാ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. റോയി മാത്യുവിന് ഒരുപാട് ചാനലുകളിലെ അറിയപ്പെടുന്ന റിപ്പോർട്ടർമാരെല്ലാം ഈ റോയി മാത്യുവിൻ്റെ ശിഷ്യന്മാരാണ്. അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അച്ചായൻ വളരെ നമുക്കൊക്കെ വലിയ സ്നേഹമായി. അപ്പോൾ ഈ അച്ചായൻ ഇവനെ വിളിച്ചോടാ, നീ ഇതിന് പറയാൻ പോയാൽ നിനക്ക് വാർത്ത കിട്ടുമെന്ന് പറയുന്നു. അനിൽ ഇമ്മാൻ ഇതിന് പറയാൻ പോകുന്നു. കോടതികൾ കയറി ഇറങ്ങുന്നു, അപേക്ഷകൾ കൊടുക്കുന്നു. അങ്ങനെ രേഖകളെല്ലാം ശേഖരിച്ച് അനിൽ ഇമ്മാനുവൽ നിയമപോരാട്ടം നടത്തിയിട്ടാണ് ആ സമയത്ത് ആന്റണി രാജുവിന് പേടിയാവുന്നു. ആന്റണി രാജു നേരെ ഹൈക്കോടതി പോയിട്ട് കാശിടണമെന്ന് പറഞ്ഞു. പ്രൊസീജിയർ തെറ്റാണെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു പ്രൊസീജിയർ തെറ്റാണ്, ഈ കേസ് നിലനിൽക്കത്തില്ല, പകരം ഒരു കാര്യം ചെയ്യൂ, പുതിയൊരു കേസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അത് വലിയ പണിയായിപ്പോയി. അല്ലെങ്കിൽ കേസിൽ പ്രൊസീജിയർ തെറ്റാമെന്ന് കളയായിരുന്നു. അങ്ങനെ പുതിയ കേസ് എടുക്കുന്നു. ഈ പുതിയ കേസ് എടുക്കുമ്പോൾ ആന്റണി രാജു മറ്റൊരബദ്ധം കാണിച്ചു. സുപ്രീം കോടതിയിൽ പോകുന്നു ഹൈക്കോടതി വിധിക്കെതിരെ. എന്നിട്ട് പറഞ്ഞു തള്ളിക്കളന്നു. സുപ്രീം കോടതി പറഞ്ഞു പുതിയ കേസ് എടുത്തല്ലോ, അത് നിൽക്കട്ടെ, 1 കൊല്ലത്തിനകം തീർക്കണമെന്ന് പറഞ്ഞു. ആകെപ്പാടെ പെട്ടുപോയി. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ഈ അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയിട്ട് 409 IPC 409 കൂടി ആഡ് ചെയ്യണമെന്ന് പറയുന്നു. 409 എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനോ സ്വാധീനമുള്ള ഒരാളോ
ഒരു കൃത്രിമം നടത്തി അട്ടിമറി നടത്തിയാലുണ്ടാകുന്ന വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ പ്രത്യേകത ജാമ്യയിലെ വകുപ്പാണ്. 10 വർഷം തടവുള്ള കുറ്റം, 10 മുതൽ ജീവപര്യന്തം വരെ കിട്ടുന്നത്. മറ്റേതെല്ലാം 3 വർഷത്തിൽ താഴെയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് വിട്ടേനെ. ഇതുകൂടെ ആഡ് ചെയ്യാനായിട്ട് ഹൈക്കോടതി പറയുന്നു. അതും ആഡ് ചെയ്തു. അപ്പോൾ കേസിൻ്റെ സ്വഭാവമേ മാറി. ഇപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കോടതി ശിക്ഷിക്കുമ്പോൾ ഇത് മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ശിക്ഷ 2 കൊല്ലത്തിൽ കൂടുതലാകും എന്ന് ഭയപ്പെടുന്നതും. ഈ 2 കൊല്ലത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയാൽ അയോഗ്യനാകും സാഹചര്യമുണ്ടോ. അതൊരു അയോഗ്യത വലിയ കുഴപ്പമാണ്. സത്യം പറഞ്ഞ് നേരത്തെ ആയിരുന്നു നല്ല ഗംഭീരമാണ്. അതായത് ഈ 6 വർഷത്തേക്ക് അയോഗ്യത ഉണ്ടാവും. ഇനി വരാൻ പോകുന്ന MLA കാലം നഷ്ടപ്പെട്ടു പോകും. 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അതായത് സമയമുണ്ടെങ്കിൽ MLA സ്ഥാനത്തുനിന്ന് ഒഴിയേണ്ടി വരും. ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കേരളത്തിൽ. അല്ല, ഇപ്പോഴും ഒഴിയേണ്ടി വരും. അങ്ങനെയുണ്ട്. അയാളുടെ MLA സ്ഥാനം ഈ കോടതി വിധി വരുന്ന അന്ന് മുതൽ അസാധുവാകും. ക്യാൻസൽ. ഇയാൾക്ക് അപ്പീൽ കൊടുക്കാം. അത് 2 കൊല്ലത്തിൽ കൂടുതലായിരിക്കണം. 2 കൊല്ലമോ അതിൽ കൂടുതലായിരിക്കണം. അപ്പീൽ കൊടുക്കാം. പക്ഷെ അപ്പീലിൽ ശിക്ഷയാണ് സ്റ്റേ ചെയ്യുന്നത്, അയോഗ്യത സ്റ്റേ ചെയ്യുന്നില്ല. അപ്പം ഈ വലിയൊരു അപകടമുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് 4 മാസമുള്ളൂ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് അയോഗ്യനാവും, അടുത്ത തെരഞ്ഞെടുപ്പ് അയോഗ്യനാവും. കാരണം 6 കൊല്ലത്തേക്കാണ് അയോഗ്യത. അതാണ് 5.5 വർഷം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. 5 വർഷത്തിനുള്ളിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ പിന്നെ ആവുമല്ലോ. 10 വർഷം ഒറ്റയടിക്ക്. അപ്പൊ ഇയാൾക്ക് 2 ടേം നഷ്ടപ്പെടും. അതായത് ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ കഴിയാൻ സാഹചര്യം ഉണ്ടാവും. സാധാരണ ഈ 6 വർഷം വെച്ചിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പ് ഈ നിലവിലുള്ള അസാധു പ്ലസ് 1 തെരഞ്ഞെടുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഈ 6 കൊല്ലം വെച്ച്. പക്ഷെ ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്ന നിലവിലുള്ള ടേം പോകും 2 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോഴത്തേക്കും തീരുമല്ലോ. CPM ഉണ്ടാവത്തില്ല ആ സമയമാകുമ്പോഴത്തേക്കും. അപ്പൊ ഈ ഒരു വല്ലാത്തൊരു ഞാനിതിനെ കാണുന്ന ഇതിനെ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അനിൽ ഇമ്മാനുവലിനോടുള്ള ബഹുമാനം. ഇയാൾ ക്രൈം റിപ്പോർട്ട് അതെ, കാരണം ഇയാൾ ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് മനോരമയിൽ കൊണ്ടുപോയി ഇത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ച കുറച്ച് പബ്ലിഷ് ചെയ്തോ. ഇല്ല, ഒരാഴ്ച ഈ സ്റ്റോറി ഫയൽ ചെയ്യേണ്ടതാണ്. ഒരാഴ്ച. കാരണം അത്രയധികം രേഖകൾ ശേഖരിച്ചു. മനോ പറഞ്ഞു ഇപ്പോൾ സർക്കാരിനോട് അനാവശ്യമായി നമ്മളൊരു യുദ്ധത്തിന് പോകുന്നില്ല, കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇയാൾ അതോടെ ഇത് തൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇത് സീരിയസ് ആയിട്ട് ഇട്ടു. ഓരോ ദിവസം ഇതിൻ്റെ ഓരോ ഭാഗം, ഇതിൻ്റെ ഓരോ തട്ടിപ്പ്, എങ്ങനെയാണ് ഇത് രക്ഷപ്പെടാൻ ശ്രമിച്ചത്, ഇങ്ങനെ ഓരോ ഭാഗം എണ്ണി. പക്ഷെ മനോരമ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരു ചാനൽ എന്ന രീതിയിലേക്ക് മലയാള മനോരമ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മനോരമയുടെ ഒരു പ്രത്യേകത, മനോരമ അനാവശ്യമായി ആരെയും അറ്റാക്ക് ചെയ്യത്തില്ല. അതിപ്പം മതങ്ങളെ മനോരമ അറ്റാക്ക് ചെയ്യത്തില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറ്റാക്ക് ചെയ്യത്തില്ല. പത്രത്തിനൊരു കൃത്യമായ പോളിസിയുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. ചാനലിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച് നോക്കുക. കാരണം ഈ ചാനൽ ആദ്യം അതിൻ്റെ ഒരു ലെഫ്റ്റ് ലൈനിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ മനോരമ പത്രത്തിൻ്റെ സ്വഭാവമേ അല്ല ചാനലിൻ്റെ സ്വഭാവം. ഒരു ലെഫ്റ്റ് ലീനിയൻ്റ് ആണ്, എന്നാൽ തീവ്രമല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. മറുനാടൻ മലയാളി എന്ന പേര് മലയാള മനോരമ ചാനൽ ജീവിതത്തിൽ ഒരു തവണയെ പറഞ്ഞിട്ടുള്ളൂ. അത് ലൈവായതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ഈ കൊട്ടിയത്ത്, അത് ശ്രദ്ധിച്ചറിഞ്ഞില്ല, കൊട്ടിയത്ത് പാലമിടിഞ്ഞു വീണു. നമ്മുടെ നാട്ടുകാരെ അതിനകത്ത് ചോദിച്ചു, അവർക്ക് കട്ട് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. മനോരമയുടെ പ്രത്യേകത നമ്മുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് സാറിനെ. അല്ല, ഇല്ല, ചെയ്യത്തില്ല. അടുത്ത കാലത്ത് മലയാള മനോരമ ചെയ്യാറില്ല. എന്നെ അറസ്റ്റ് ചെയ്തതോ ജയിലിൽ അടച്ചോ എനിക്കെതിരായും ചെയ്യാറില്ല, അനുകൂലവും ചെയ്യാറില്ല. വരാറുണ്ട്, എടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും മലയാള മനോരമ നമുക്ക് അനുകൂലമായോ എതിരായി ചെയ്യാറില്ല. അപ്പം മാതൃഭൂമിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. മാതൃഭൂമി ആയിക്കോട്ടെ, കേരളമതി ആയിക്കോട്ടെ, മറ്റ് പത്രങ്ങളെ മനോരമ ഇനി ആകെപ്പാടെ എന്നെ അറസ്റ്റ് കേസ് എന്നൊക്കെ ഒരു കോളം 3 വരിയുള്ള വാർത്ത പത്രത്തിൽ വരും. മറുനാടൻ മലയാളത്തിൽ വരത്തില്ല. ഷാജനസ്കറിയ പത്രപ്രവർത്തകൻ ഷാജനസ്കറിയാന്ന് വരാറുള്ളൂ. മനോരമ ചാനലിൽ ഇതൊന്നും വരാറില്ല. അവർക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ട്. അവർ അനാവശ്യമായി ആരോട് യുദ്ധത്തിനും പോകത്തില്ല, അനാവശ്യമായി ആരെയും പ്രൊമോട്ട് ചെയ്യും. റേറ്റിംഗില്ല. അവർ അവരുടെ ഒരു പോളിസിയിൽ പോകത്തില്ല. അപ്പം മലയാള മനോരമ നോക്കുമ്പോൾ ഇതൊരു വലിയ എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഇത് ഒരു മന്ത്രിസഭയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അത് വേണ്ട എന്ന് മനോരമ തീരുമാനമെടുത്തു. ഇത് ഇയാൾക്ക് ഭയങ്കര വിഷമായി. ഇയാൾ എന്ത് ചെയ്തു? ജോലി പോവട്ടെ എന്ന് വെച്ച് ഇയാൾ ഫേസ്ബുക്കിൽ സീരീസ് ചെയ്തു. അപ്പം മനോരമയെ കൊടുക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ആയി. കാരണം നമ്മളൊക്കെ ഏറ്റെടുത്തു. ഈ ഡോക്യുമെന്റെല്ലാം വെച്ച് നമ്മളാണ് ഏറ്റവും കൂടുതൽ ആട്ടിച്ച് എല്ലാവരും എടുത്തു.
ഏറ്റവും കൂടുതൽ ആ വാർത്ത, കാരണം ഈ ഫണ്ട് മുതലേ ഫോളോ ചെയ്ത് നമ്മളാണ്. നമ്മൾ ഈ വാർത്ത അട്ടിച്ച് ഞാനന്ന് എന്താ ജട്ടി മന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജട്ടി മോഷ്ടാവ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് അന്ന് 1 മില്യൺ കണ്ട് ഓടിയായിരുന്നു എൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര ചർച്ചയായി, വലിയ തോതിൽ ചർച്ചയായി. അവസാനം ഇയാൾ മനോരമയിൽ രാജിവെച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്ന അയാൾ മാധ്യമ സിൻഡിക്കേറ്റോ അങ്ങനെ പറഞ്ഞൊരു ഓൺലൈൻ ചാനലൊക്കെ നടത്തുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ രാവിലെ വിളിച്ചു. നല്ല ജേർണലിസ്റ്റാണ്. അതായത് ഈ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിൽ വളരെ കുറച്ച് ജേർണലിസ്റ്റുകളെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയൊരു വിനോദ് സിന്ധു ക്രൈം റിപ്പോർട്ടിങ്ങിൽ മിടുക്കനായിരുന്നു. അത് നല്ല പോലീസ് കണക്ഷനും. പിന്നെ മംഗളത്തിലെ നാരായണൻ, മംഗളത്ത് ജയചന്ദ്രൻ എന്നാണ് നാരായണൻ, മംഗളത്ത് ജയചന്ദ്രൻ ക്രൈം റിപ്പോർട്ടിംഗ് മിടുക്കനാണ്. പിന്നെ ഒരാൾ അനിലിമാനൂരാണ്. വളരെ 3-4 പേര് കോടതി ഭാഷ്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത് വളരെ ശ്രമകരമായ. ഇത് പക്ഷേ ഇയാളൊരു ആക്ടിവിസ്റ്റിനെ പോലെ പ്രവർത്തിച്ചു. ലൈഫ് ത്രെട്ടണിംഗും കൂടിയാണ്. ഇയാളൊരു ആക്ടിവിസ്റ്റിനെ പോലെ പ്രവർത്തിച്ചു. ഇയാള് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും കോടതിയിൽ പോവുകയും എന്ന് മാത്രമല്ല, ഇയാൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടാണ് 409 ആഡ് ചെയ്യിപ്പിച്ചത്. 409 ആഡ് ചെയ്തതുകൊണ്ടാണ് ഈ ശിക്ഷ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് വിധിക്കാൻ പറ്റാതെ പോയത്. കൂടുതൽ ശിക്ഷ കിട്ടും. അത് ആ കുറ്റം തെളിഞ്ഞെന്നാണ് പറഞ്ഞത് 409. അപ്പം ഒരു സാധാരണക്കാരൻ ഇറങ്ങി പുറപ്പെട്ടാൽ, ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സാധാരണക്കാരൻ ഇറങ്ങി പുറപ്പെട്ടാൽ ചെറിയ കുറ്റകൃത്യം പോലും ഈ അവസ്ഥയിലെത്താം എന്നതിന് തെളിവാണിത്. അതായത് സ്വർണ്ണക്കടത്തും കറൻസി കടത്തും അയ്യപ്പനെ മുട്ടിക്കുന്നതും ഒക്കെ ഊരിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞ നിസ്സാരമായി വെറുതെ പോകാമായിരുന്നു. വളരെ ബാക്കി നോക്കി വലിയ ക്രൈം, വലിയ അഴിമതികളെ എല്ലാം ഊരിപ്പോവാ. ദിലീപിൻ്റെ കേസ് അപ്പം എന്തായാലും ആലോചിച്ച് നോക്കി. അപ്പം ആ നടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെ ഇതിനോട് സഹകരിച്ചില്ലായിരുന്നെങ്കിലും ഇവർക്ക് 20 വർഷം തടവ് കിട്ടുക. കാരണം 20 വർഷം മിനിമം തടവാണ്, ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ആ 20 വർഷം തടവ് കിട്ടാൻ ഇവർ ഈ അന്വേഷണത്തിൽ സഹകരിക്കേണ്ടത്. ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് മെഡിക്കൽ റിക്കോർഡ്സായിട്ട് കേസ് മുമ്പോട്ട് പോയാൽ അവർക്ക് കിട്ടുമായിരുന്നു. ഇവർ അവരുടെ കയ്യിലിരിക്കുന്ന 1 കോടിയോളം രൂപയും മുടക്കി 8.5 വർഷത്തിന് പറയാൻ നടന്ന് നിരവധി തവണ കോടതിയിൽ പോയിട്ടും ഇതാ സംഭവിച്ചത്. അവരുടെ അവസ്ഥ. അപ്പം ഈ പശ്ചാത്തലത്തിൽ പോലും ഇതാ വളരെ നിസ്സാരമായ നമ്മുടെ കോടതികളിൽ സ്ഥിരം നടക്കുന്ന ഒരു ചെറിയ ഒരു തെളിവ് അഡ്ജസ്റ്റ്മെൻ്റ് കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നത് നിയമത്തിൻ്റെ പഴുത് കൃത്യമായി ഉപയോഗിച്ച് ആരെങ്കിലും ഫൈറ്റ് ചെയ്താൽ ഏത് നിസ്സാര കാര്യത്തിലും ഏത് പ്രമുഖനെയും ഏത് കൊമ്പനെയും വീഴ്ത്താവുന്നുള്ളത്. ഞാൻ അതിലാണ് എനിക്ക് പിന്നെ മാത്രമല്ല ഇതിനകത്ത് പോലീസ് അന്വേഷണം നിർണായകമായിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ. അത് TP സെൻകുമാറിനെ നമ്മൾ സ്തുതിച്ചേ പറ്റൂ. കാരണം സെൻകുമാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ആ കേസ് നന്നായി. ഒരു ഹക്കീം എന്ന് പറഞ്ഞ DYSP, ബത്തേരിയാണെന്ന് എനിക്കറിയില്ല, ഈ ഹക്കീം എന്ന് പറഞ്ഞ DYSP ആയിരുന്നു ചെയ്തിരുന്നത്. അയാളുടെ ഭയങ്കര അന്വേഷണ മേഖല ഉദ്യോഗസ്ഥൻ, ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് വളരെ വിഷമ. അങ്ങനെ ചെയ്തത് ഗുണമായി. പിന്നെ ഇതിൻ്റെ ഒടുവിൽ ചവിട്ടി വെക്കാതെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ അനിലിമാനുൽ ഇറങ്ങിയത് ഗുണമായി. എന്തായാലും ഒരു വലിയൊരു നീതി, ഏത് കൊമ്പനെതിരെയും നീതി നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുടെ ഒരു ഭംഗിയും കൂടിയാണ്. അതെ, ഭംഗിയും കൂടി. സമയം എടുത്താലും നീതി 91-90 ആദ്യത്തെ ക്രൈം നടക്കുന്നത്. 32 വർഷം എടുത്തു ഈ കേസിൽ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പം ഈ 32 വർഷത്തിനിടയിൽ ഇയാൾ അന്ന് വെറും ഒരു ജൂനിയർ വക്കീലായിരുന്നു. അയാൾ MLA ആയി, മന്ത്രിയായി, അയാൾ അധികാര കസേരകളിൽ എത്താവുന്നിടത്തൊക്കെ എത്തി. അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടേ ഇനി അയാളുടെ നല്ല പ്രായത്തിൽ അയാൾക്ക് നല്ല പ്രായമല്ല, റിട്ടയർമെന്റ് പ്രായമായി. എന്തായാലും നിയമവ്യവസ്ഥയിലെ ഒരു വല്ലാത്ത അനുഭവമായിട്ടാണ് ഞാൻ അതെ അനുഭവമായിട്ട് ഇതങ്ങനെ തന്നെയാണ്. ഈ ബാലകൃഷ്ണപിള്ള മാത്രം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ വേറെ ആരും അഴിമതി നടത്താത്തതുകൊണ്ടാണോ? അല്ല. ഈ കേസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരു കലയാണ്. അതിൽ ബാലകൃഷ്ണപിള്ള പരാജയപ്പെട്ടു പോയി. വളരെ നിസ്സാരമായി കരുതി ആരോപിച്ചു. എനിക്ക് വന്ന പുള്ളിയുടെ ബന്ധക്കാരൊരു ശരണ്യ മനോജ് അങ്ങനെ വെച്ചു, വേണ്ട പോലെ നടത്തിയില്ല, തോറ്റുപോയി. പക്ഷേ നന്നായി കേസ് നടത്തിയാൽ രക്ഷപ്പെടും. അപ്പോൾ ഇവിടെ അങ്ങനെയാണെ പോലും ഒരാൾ പിന്നാലെ കുറച്ച് പേർ നടക്കുകയും വളരെ പലതവണ കോടതി പോയി നോക്കണം. സുപ്രീം കോടതി വരെ പോയ സാഹചര്യം. ഇദ്ദേഹത്തിന് അനിലിന്റെ കാര്യത്തിൽ, സാറിന്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ പുള്ളിക്ക് നേരിട്ട് ഒരു സ്റ്റേക്കുമില്ലാത്തൊരു ഒരു വിഷയമുള്ള വിഷയം ഒരു മാധ്യമ പ്രവർത്തകർ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് ചെയ്തതാണ്. അപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്താൽ ഈ നാട് നന്നാവും. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ നല്ല വക്കീലന്മാരുണ്ട്. നമ്മുടെ മാധ്യമ പ്രവർത്തകർ ബഹളം വെക്കുന്നതിനൊപ്പം തന്നെ അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്താൽ നമുക്ക് നീതി കൊടുക്കാൻ. എന്തായാലും ഏത് കൊമ്പനെയും ഒരു സാധാരണക്കാരന് വീഴ്ത്താൻ പറ്റുമെന്നുള്ള വലിയ ഒരു പാഠം നൽകിയ ഒരു കേസിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്. ആൻ്റണി രാജുവിന് ജയിലിൽ സ്വസ്ഥമായ ജീവിതം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.